വിശന്നാൽ കണ്ണു കാണില്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ വിശന്നാൽ എന്തും കഴിക്കുന്ന ഒരാളുണ്ട്, മൈക്കൽ ലോഡിഡോ. ശാസ്ത്രത്തെ പോലും അമ്പരപ്പിച്ച ഒരു ജീവിത കഥയാണ് മൈക്കൽ ലോഡിഡോ എന്ന ഫ്രഞ്ചുകാരൻ്റേത്. 1950 ജൂൺ 15-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഭക്ഷണങ്ങളാണ് ലോഹങ്ങളും ഗ്ലാസും റബ്ബറുമൊക്കെ. തൻ്റെ 9-ാം വയസ്സിൽ തുടങ്ങിയ ശീലം അദ്ദേഹം മരിക്കുന്നതുവരെ തുടർന്നു. ലോഹങ്ങളും ഗ്ലാസും റബ്ബറുമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കൊതിയോടെ തിന്ന അദ്ദേഹത്തിന് വയറിനോ ദഹനത്തിനോ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ആധുനിക ശാസ്ത്രത്തിന് വെല്ലുവിളിയായ ഈ പ്രശ്നം അവസാനം ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പഠന വിധേയമാക്കി. പക്ഷേ ഒരുത്തരവും കണ്ടെത്താനാവാതെ ശാസ്ത്രം അമ്പരന്നു. അദ്ദേഹത്തിൻ്റെ ദഹനേന്ദ്രിയങ്ങൾ അത്രയ്ക്കും കട്ടിയുള്ളതാണെന്നു മാത്രം അവർ കണ്ടുപിടിച്ചു. തൻ്റെ 16-ാമത്തെ വയസ്സിൽ ജനങ്ങൾക്ക് മുന്നിൽ തൻ്റെ ലോഹത്തീറ്റ അവതരിപ്പിച്ച ലോഡിഡോ പിന്നീട് ജനങ്ങളെ അമ്പരപ്പിച്ചത് സെസ്ന 150 എന്ന ഒരു വിമാനം തിന്നുകൊണ്ടാണ്. മൊത്തം 2 വർഷം കൊണ്ട് അദ്ദേഹം ആ ചെറുവിമാനം മുഴുവനും തിന്നു തീർത്തു. സൈക്കിൾ, കാർ, കമ്പ്യൂട്ടർ, TV എന്നുവേണ്ട കിട്ടുന്നതെന്തും അദ്ദേഹം അകത്താക്കി. പല വിഷവസ്തുക്കൾ അടങ്ങിയ ലോഹങ്ങൾ തിന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. ഒരു ദിവസം ഏകദേശം 1 കിലോയോളം ലോഹങ്ങൾ അദ്ദേഹം അകത്താക്കും. ലോഹഭാഗങ്ങൾ സ്മൂത്തായി വയറ്റിലെത്താൻ അദ്ദേഹം കൂടെ കുടിക്കുന്നതോ മിനറൽ ഓയിലും. ആവശ്യത്തിന് വെള്ളവും കൂടിയായാൽ ആൾ ഹാപ്പിയായി. ജീവിത കാലയളവിൽ ഏകദേശം 9 ടൺ ലോഹങ്ങൾ അദ്ദേഹം തിന്നു തീർത്തു. ശാസ്ത്രത്തിൻ്റെ പരിമിതികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ആ വ്യക്തി 2007 ജൂൺ 25-ാം തീയതി ഈ ലോകം വിട്ടുപോയി. ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്തവ ആഹരിക്കുന്നവർ പിക എന്ന പ്രത്യേക അവസ്ഥയിലുള്ളവരാണ്.